രാജ്കോട്ടിലെ ഗ്യാലറികൾ നിശബ്ദമായപ്പോൾ ഇന്ത്യൻ ഡക്കൌട്ടിൽ കണ്ട കാഴ്ച ഏവരുടെയും ഉള്ളുലയ്ക്കുന്നതായിരുന്നു. ന്യൂസിലാൻഡിനെതിരായ രണ്ടാം ഏകദിനത്തിൽ 7 വിക്കറ്റിന്റെ നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങിയപ്പോൾ മുൻ നായകൻ രോഹിത് ശർമ്മയുടെ മുഖത്ത് കണ്ടത് വെറും നിരാശയായിരുന്നില്ല. താൻ കെട്ടിപ്പടുത്ത സാമ്രാജ്യം കൺമുന്നിൽ തകരുന്നതിന്റെ വേദനയായിരുന്നു. പ്രമുഖ താരങ്ങളില്ലാതെ എത്തിയ ന്യൂസിലാൻഡ് ടീമിനോട്, അതും സ്വന്തം മണ്ണിൽ, ഇത്ര ദയനീയമായി ഇന്ത്യ തോൽക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഈ പരാജയം ഇന്ത്യൻ ടീമിനെയാകെ ഉലച്ചപ്പോൾ ആരാധകരുടെ ശ്രദ്ധ മുഴുവൻ ഡക്കൌട്ടിൽ ഒറ്റയ്ക്കിരുന്ന രോഹിത് ശർമ്മയിലായിരുന്നു. ഡക്കൌട്ടിലെ ആ ഏകാന്ത നിമിഷം. ഹർഷിത് റാണ എറിഞ്ഞ 48ാം ഓവറിലായിരുന്നു ഇന്ത്യയുടെ പതനം പൂർത്തിയായത്. ഡാരിൽ മിച്ചൽ വിക്കറ്റ് കീപ്പർ KL രാഹുലിന്റെ തലയ്ക്ക് മുകളിലൂടെ സ്കൂപ്പ് ഷോട്ടിലൂടെ ബൗണ്ടറി നേടിയപ്പോൾ കിവീസ് വിജയമുറപ്പിച്ചു. ഈ സമയം രോഹിത് ശർമ്മ ഫീൽഡിലുണ്ടായിരുന്നില്ല. അല്പം മുമ്പ് ബ്രേക്ക് എടുത്ത് ഡക്കൌട്ടിലേക്ക് മടങ്ങിയതായിരുന്നു അദ്ദേഹം. വിജയ റൺസ് കുറിച്ച നിമിഷം രോഹിത് അതീവ അസ്വസ്ഥനായി കാണപ്പെട്ടു. സാധാരണ തോൽവികൾക്ക് ശേഷം കാണാറുള്ള സ്പോർട്സ്മാൻ സ്പിരിറ്റോടെയുള്ള ചിരിയോ കൈകൊടുക്കലോ ആയിരുന്നില്ല അവിടെ. സഹതാരങ്ങൾക്കിടയിൽ നിന്നും മാറി ഒറ്റയ്ക്ക് അല്പസമയം അദ്ദേഹം ഇരുന്നു. ആരുമായും സംസാരിക്കാൻ കൂട്ടാക്കാതെ തലകുനിച്ചിരിക്കുന്ന രോഹിത് ശർമ്മയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ഒടുവിൽ മനസ്സ് പാകപ്പെടുത്തിയ ശേഷമാണ് അദ്ദേഹം ഗ്രൗണ്ടിലിറങ്ങി കിവീസ് താരങ്ങൾക്ക് ഹസ്തദാനം നൽകിയത്. രോഹിത് ശർമ്മയുടെ ഈ വേദനയ്ക്ക് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്. കഴിഞ്ഞ വർഷം UAEയിൽ നടന്ന ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെ തോൽവി അറിയിക്കാതെ കിരീടത്തിലേക്ക് നയിച്ച ക്യാപ്റ്റനാണ് അദ്ദേഹം. രോഹിത്തിന് കീഴിൽ കളിച്ച അവസാന 8 ഏകദിനങ്ങളിലും ഇന്ത്യ ജയിച്ചിരുന്നു. അത്രയും ഭദ്രമായിരുന്ന ടീമിനെയാണ് 2027 ലോകകപ്പ് മുന്നിൽ കണ്ട് BCCI ശുഭ്മാൻ ഗില്ലിനെ ഏൽപ്പിച്ചത്. എന്നാൽ ആ തീരുമാനം പാളിയോ എന്ന സംശയമാണ് രാജ്കോട്ടിലെ തോൽവി ബലപ്പെടുത്തുന്നത്. രോഹിത് പടുത്തുയർത്തിയ വിജയക്കുതിപ്പ് ഗില്ലിന്റെ കൈകളിൽ എത്തിയപ്പോൾ ഇടറുകയാണ്. ഗില്ലിന്റെ ക്യാപ്റ്റൻസിയിൽ കളിച്ച അവസാന 8 മത്സരങ്ങളിൽ 4 എണ്ണത്തിൽ മാത്രമാണ് ഇന്ത്യ ജയിച്ചത്. ബാക്കി 4 മത്സരങ്ങളിലും തോൽവി. 100% വിജയ ഉണ്ടാക്കിയ രോഹിത്തിൽ നിന്ന് 50% വിജയ ഉണ്ടാക്കിയ ഗില്ലിലേക്കുള്ള മാറ്റം ടീമിന്റെ സന്തുലിതാവസ്ഥയെ ബാധിച്ചിരിക്കുന്നു. രോഹിത് എന്ന നായകൻ. അനുഭവ സമ്പത്തുള്ള ബൗളർമാരെ വെച്ച് എങ്ങനെ കളി ജയിക്കാമെന്ന് രോഹിത്തിന് വ്യക്തമായി അറിയാമായിരുന്നു. എന്നാൽ ഗിൽ സമ്മർദ്ദ ഘട്ടങ്ങളിൽ പതറുന്നു. സിറാജിനെ പോലൊരു ബൗളറെ ഉപയോഗിക്കുന്നതിൽ ഗിൽ വരുത്തിയ പിഴവുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. താൻ പകർന്നു നൽകിയ വിജയമന്ത്രങ്ങൾ പുതിയ നേതൃത്വത്തിന് കീഴിൽ ഫലം കാണാത്തതിലെ അമർഷവും സങ്കടവുമാണ് രോഹിത്തിന്റെ മുഖത്ത് നിഴലിച്ചത്. ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയ്ക്ക് മുമ്പ് നായക സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ട രോഹിത് ഒരു മുതിർന്ന താരമെന്ന നിലയിൽ ടീമിനൊപ്പം തുടരുന്നുണ്ടെങ്കിലും കപ്പലിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട കപ്പിത്താന്റെ നിസ്സഹായത അദ്ദേഹത്തിലുണ്ട്. രാജ്കോട്ടിലെ തോൽവി ഗൗതം ഗംഭീറിനും സെലക്ടർമാർക്കും ലഭിച്ച മുന്നറിയിപ്പാണ്. ഗില്ലിന് സമയം നൽകണമെന്ന് വാദിക്കുമ്പോഴും ജയിക്കുന്ന കുതിരയെ മാറ്റിയ BCCIയുടെ തീരുമാനം വിവേകശൂന്യമായിരുന്നു എന്ന് ചരിത്രം ചോദിക്കും. രോഹിത് ശർമ്മയുടെ ആ ഇരിപ്പ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിലെ കനലായി മാറിയിരിക്കുകയാണ്.